ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, അനുഗ്രഹത്തിന്റെ പ്രാർത്ഥന ബെനഡിക്ട് പ്രയർ 170 ദിവസം ഇന്ന് ഈ പ്രഭാതത്തിൽ മക്കളെ അനുഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളുടെ ജീവിത വഴികളെ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ വലിയ അനുഗ്രഹമായി മാതാപിതാക്കളെ നമ്മൾ ഓരോരുത്തരും മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സമീപത്തുള്ള മക്കളെയും ദൂരെ ആയിരിക്കുന്ന മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, അപ്പനും അമ്മയും അനുഗ്രഹിക്കുമ്പോൾ മക്കൾ ഇരട്ടി അഭിഷേകത്തിലേക്ക് വളർന്നു വരുന്നു. അവരുടെ അധ്വാന ഫലം അവർക്ക് പൂർത്തിയാക്കുവാനും അനുഭവിക്കുവാനും സന്തോഷകരമായ ജീവിതം നയിക്കുവാനും ഇടയാകുന്നു. ആ ബോധ്യത്തോടു കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നേ ദിനം മക്കളുടെ ജീവിതത്തിലെല്ലാം നിരാശ, പ്രതിസന്ധികൾ, പല മക്കളും ഇന്ന് വളരെ അലസതയിൽ, ഒരു ഉന്മേഷമില്ലാതെ എന്ത് ചെയ്യണം, വളരെ മടിയോ അല്ലെങ്കിൽ അലസതയൊക്കെ കടന്നു വരുന്ന ഒരു കാലഘട്ടമാണ്. ഒന്നിനൊരു താല്പര്യമില്ല, മൂകമായ ജീവിതം നയിക്കുന്നു, മുറിയിൽ ഒറ്റയ്ക്കിരിക്കുന്നു, ഇല്ല ആരോട് സംസാരിക്കുന്നില്ല, ഒരു പ്രസരിപ്പില്ല, ഉന്മേഷമില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വലിയ കൃപയാൽ മക്കൾ സന്തോഷം അനുഭവിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. 94 സങ്കീർത്തനം 19 വചനം, എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആകുലതകൾ വർദ്ധിക്കുന്ന ഈ കാലഘട്ടം മക്കളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വർദ്ധിച്ചു വരികയും എങ്ങനെ മുമ്പോട്ട് പോകണം, ആരെ ആശ്രയിക്കണം, എന്ത് ചെയ്യണം ഒരു തീരുമാനമെടുക്കാൻ പറ്റാതെ ആകുലപ്പെടുന്ന മക്കളെ ഈ സമയം നമുക്ക് സമർപ്പിക്കാം. കർത്താവ് നൽകുന്ന ആശ്വാസം മക്കളെ ഉന്മേഷവാനാക്കുവാൻ, ദൈവത്തിൽ നിന്ന് ഇങ്ങനെ തീരുമാനമെടുക്കാൻ പറ്റാതെ വരുമ്പോൾ ആത്മീയമായി ചിന്തിക്കുവാൻ, സ്വന്തം കഴിവിൽ ആശ്രയിക്കാതെ, മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് തോന്നാതെ, കൂടെയുള്ളവരൊക്കെ വിജയിച്ചു പോകുന്നു എന്നാൽ എനിക്ക് പറ്റുന്നില്ല, ഒരു ബുദ്ധിമുട്ടിലേക്ക് വരാതെ, പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ എന്ത് ചെയ്യണം, ഈശോയെ പ്രാർത്ഥിക്കുവാൻ, അമ്മയോട് പ്രാർത്ഥിക്കാൻ, ചോദിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം. ഭൂതാശയിലേക്ക് അധിഷ്ഠിതമായി ഒരിക്കലും മാറി നിന്നുകൊണ്ട്, പ്രാർത്ഥിക്കുന്നവരെ കുറ്റം പറയുന്ന മനോഭാവത്തിൽ മാറി നിന്നുകൊണ്ട് മക്കൾ അനുഗ്രഹത്തിലേക്ക് വരുവാനും ദൈവത്തിൽ ആശ്വാസം കണ്ടെത്തി ഒരു ഉന്മേഷപൂർണ്ണമായ ജീവിതം നയിച്ച് മക്കൾ സമാധാനപൂർണ്ണമായ ഒരു ജീവിതം നയിക്കട്ടെ. ആമേൻ. സങ്കീർത്തനങ്ങൾ 94:19. എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു. പ്രിയ മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും, അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ, എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കളുടെ ആകുലവേളകളിൽ ആശ്വാസദൂതുമായി അവിടുന്ന് എത്തണമേ. ആകുലകൾ ഒരിക്കലും ഞങ്ങളുടെ മക്കളെ തളർത്താതിരിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളുടെ മക്കൾ നിറയുകയും വിവേകത്തോടുകൂടി തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് അങ്ങിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോവുകയും അങ്ങേ മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ മക്കളുടെ വിജയം ഞങ്ങളുടെ കുടുംബത്തിന് തന്നെ സന്തോഷമായി ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഇടയാകട്ടെ. ആമീൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.